സ്റ്റോറിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു യൂണിക് ബ്രാൻഡാണ് നമ്മൾ ബ്രാൻഡ് സ്റ്റോറിയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. സാരി എന്നതൊരു വസ്ത്രം മാത്രമല്ല, മറിച്ച് ഇന്ത്യയിൽ ഒരുപാട് സാധ്യതകളുള്ള ഒരു ബിസിനസ് ഉൽപ്പന്നം കൂടിയാണെന്നുള്ള തിരിച്ചറിവിൽ മീനു മാത്യു തുടങ്ങിയ സംരംഭമാണ് മീനാക്ഷി ബൊട്ടിക്. ഇനി ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് മീനാക്ഷി ബൊട്ടിക്കിന്റെ ഓണർ ആയിട്ടുള്ള മീനു മാത്യു നമ്മുടെ കൂടെ ഉണ്ട്. ഹായ് മീനു. ഹായ്. അപ്പൊ എങ്ങനെയായിരുന്നു മീനാക്ഷി ബൊട്ടിക്കിന്റെ ഒരു തുടക്കം? ആദ്യം ഞാൻ അമ്മയ്ക്കായിരുന്നു സാരി പിക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ആക്ച്വലി എനിക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ അമ്മയ്ക്ക് സാരി വാങ്ങിക്കാൻ വേണ്ടി പല ഷോപ്പുകളിലും പോവായിരുന്നു. അപ്പം അതിൽ ഞാൻ കുറച്ചും കൂടെ യുണീക്ക് ഐറ്റംസ് ആയിരിക്കാം പിക്ക് ചെയ്യുക. സാധാരണ എല്ലാവരും കാണുന്ന ടൈപ്പ് അല്ലാതെ എന്തെങ്കിലും ഒരു യുണീക്ക് വേണം എന്ന ഒരു പ്രത്യേകത എനിക്കുണ്ട്. അപ്പം അങ്ങനെ ഞാൻ സാരി പിക്ക് ചെയ്തു. അപ്പോൾ അമ്മയ്ക്ക് ഞാൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ അത് അമ്മ ഉടുത്ത് വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട്. കാരണം എല്ലാത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സാരി എവിടെ നിന്ന് ചോദിക്കും അങ്ങനെ. അപ്പം അങ്ങനെ വരുമ്പോൾ അമ്മ തന്നെ പറഞ്ഞു നമുക്കൊരു ചെറിയൊരു രീതിയിൽ സ്റ്റാർട്ടപ്പ് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചു. അമ്മയാണ് ഫസ്റ്റ് ഒരു തോട്ട് പറയുന്നത്. അതെ അതെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഫസ്റ്റ് ഞങ്ങൾ കുറച്ച് സാരീസ് പിക്ക് ചെയ്ത് ഹാൻഡ് പിക്ക് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഞാൻ കൊടുത്തു. പിന്നെ അവർക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവർ തന്നെ കുറേ ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്തു. അങ്ങനെ കുറേ ആൾക്കാർ വന്നു. അതിപ്പം ഇവിടെ വരെ എത്തി. പഠിച്ചതപ്പോൾ ഈ ഒരു ഫാഷൻ ഡിസൈനിങ് ഫീൽഡ് തന്നെയായിരുന്നു? ഫാഷൻ ഡിസൈൻ ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ എനിക്കിഷ്ടമാണ്. ഞാൻ പഠിച്ചത് MBA ആണ്. ഇതിനായിട്ട് ബന്ധമായിട്ടുള്ള ഒരു, പക്ഷെ ഇതാണ് പാഷൻ തിരിച്ചറിഞ്ഞപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. ഓക്കെ. ഒരു ഈ ബിസിനസ് ഫീൽഡിൽ നിന്ന് വരുന്ന ആളാണെന്ന് അറിയാം. അച്ഛന് ബിസിനസ് ആയിരുന്നു അല്ലേ? അതെ. പക്ഷെ ഒരു തുടക്കത്തിൽ നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഫണ്ടിങ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടല്ലോ തുടങ്ങാൻ. അപ്പൊ അതൊക്കെ എങ്ങനെയാ മാനേജ് ചെയ്തത്? ഫസ്റ്റിന് പപ്പ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യാതെ ആദ്യം ചെറിയ തോതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. വലിയൊരു ആഡംബരം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന് അതിനൊരു ക്വാളിറ്റി വേണം. അപ്പോൾ നമ്മൾ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെറിയ തോതിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ മാത്രം നമ്മളത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ ചെറിയ 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 രീതിയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഇവിടം വരെ എത്തി. ഓക്കെ. നമ്മളുടെ മീനാക്ഷി ബൊട്ടിക്കിന്റെ ഒരു യുണീക്ക് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും പറയാൻ പറ്റുന്നത്? ഞങ്ങളുടെ മെറ്റീരിയൽ തന്നെ ഒരു യുണീക്കാണ്. കാരണം സോഫ്റ്റ് മെറ്റീരിയൽ ആയിരിക്കും ഞങ്ങൾ പർച്ചേസ് ചെയ്യാം. പിന്നെന്നുള്ളത് ഞങ്ങൾ ഡിസൈന് എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ഹാൻഡ് പിക്ക് ഡിസൈൻസ് ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ ഫാബ്രിക് എടുത്തിട്ട് തന്നെ ആദ്യം ഞങ്ങൾ ഹാൻഡ് പിക്ഡ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഹാൻഡ് പിക്ക് സാരി ഫാബ്രിക്സ് എടുത്തിട്ട് ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. കാഞ്ചീപുരം സാരീസിന്റെ ഒരു കളക്ഷൻസ് ഉണ്ട്. ഞങ്ങൾ കാഞ്ചീപുരത്ത് ഞങ്ങൾക്ക് തന്നെ വീവേഴ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ നമുക്കത് ഡിസൈൻ ചെയ്ത് തരുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്കൊരു കല്യാണത്തിന്റെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക കാഞ്ചീപുരത്ത്. ഇപ്പൊ ട്രെൻഡുകൾ ഇപ്പൊ സാരീസിൽ ഒരുപാട് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കുന്നത് ഈ ഒരു ട്രെൻഡിനോടൊക്കെ? നമ്മളെപ്പോഴും ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കണം. എല്ലാം ഇപ്പം ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടല്ലോ. മിലൻ ഉണ്ട്, ഷീമാട്ടി ഉണ്ട്, അങ്ങനെ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തത നമ്മൾ കൊണ്ടുവന്നാലും മാത്രമേ നമുക്കൊരു പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ടൈറ്റ് ഫീൽഡാണ്. അതെ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവന്നപ്പോൾ അങ്ങനെ ഇതായത്. ഓക്കെ. അപ്പോൾ കൂടുതലും ഈ സോഷ്യൽ മീഡിയ അങ്ങനെയുള്ളതൊക്കെ സഹായിക്കുന്നുണ്ടായിരിക്കും അല്ലെ ഈ ഒരു? അതെ അതെ. ഓക്കെ. ഇപ്പം കൂടുതലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആയതുകൊണ്ടാണ് ആൾക്കാർ ഇത്രയും അറിയുന്നത്. കാരണം ഞങ്ങൾ ഫസ്റ്റ് 2 വർഷം ഞങ്ങൾ തുടങ്ങിയിട്ട് അപ്പൊ ഇത്രയും റിലീവായിട്ട് ഞങ്ങൾ വന്നിട്ടില്ലായിരുന്നു. ഓക്കെ. ഇപ്പൊ നമുക്ക് ഓൺലൈനിലുണ്ട്. പിന്നെ സ്റ്റോർ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ.
അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് ഇപ്പൊ ഒബ്രോണിൽ ഞാനൊരു വീഡിയോ വൈറലായിരിക്കുന്ന കണ്ടായിരുന്നു, ഒരു കോൺടെസ്റ്റ് ഒക്കെ നടത്തി ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ മീനു തന്നെയാണ് നമ്മളുടെ ഒരു അപ്ഗ്രേഡേഷന്റെ ഒരു പ്രോസസ് ആയിട്ട് ആൾക്കാരെ കുറച്ചും കൂടി അട്രാക്ട് ചെയ്യിക്കണമല്ലോ നമ്മൾ ഇതിലേക്ക്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്തത്. ഇപ്പൊ ഈ ആൾക്കാരുടെ കാര്യം പറയുമ്പോ തന്നെ ഈ ക്ലയൻസ് എന്ന് പറയുമ്പോൾ പല ടേസ്റ്റ് ഉള്ള ആൾക്കാരായിരിക്കും. ഇപ്പൊ ബോഡി ടൈപ്പ് നോക്കണം, അവരുടെ സ്കിൻ ടോൺ നോക്കണം, അതുപോലെ അവർക്ക് ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവും. ഈ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെ അവർക്ക് സജഷൻസ് കൊടുക്കുക? മെയിനായിട്ട് ഞങ്ങൾക്ക് വരുന്ന ക്ലയൻസ് എന്ന് പറയുമ്പം കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വേണമെന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ ആദ്യം പിക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ കുറച്ച് പ്രൈസ് കൂടിയ ഇതായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ വന്നപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ ഇപ്പം പറഞ്ഞ പോലെ അവരുടെ ബോഡി ടോൺ, അവരുടെ സൈസിനനുസരിച്ച് നമ്മൾ ചെയ്യണം. അപ്പം എനിക്ക് വണ്ണമുള്ളതുകൊണ്ടും എനിക്കറിയാൻ പറ്റും വണ്ണമുള്ളവർക്ക് ഏത് ടൈപ്പ് സാരീസ് ആയിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഞങ്ങൾ ചെയ്ത് ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഫാബ്രിക്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ സജഷൻസും കൂടെ ചോദിച്ചിട്ട് ഞങ്ങളത് ചെയ്ത് കൊടുക്കും. പിന്നെ കസ്റ്റമർ ഇങ്ങനെ പറയും എനിക്ക് ഈ രീതി ചെയ്ത് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം ഈ പറഞ്ഞ പോലെ കുറച്ച് ശരീരഭാരം കൂടുതലുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഏതായിരിക്കും? ഷിഫോൺ നല്ലതാണ്, ജോർജറ്റ് നല്ലതാണ്, ചന്തേരി നല്ലതാണ്, മൊഡാലാണ് കുറച്ചും കൂടെ നമുക്ക് ഉടുക്കാൻ സോഫ്റ്റും പെർഫെക്റ്റ് ആയിട്ട് പോകാനും. ഇപ്പം ട്രെൻഡായിട്ട് നടക്കുന്നത് മൊഡാലാണ്, മൽക്കോട്ടൻ, അതൊക്കെ നല്ലതാണ്. ഈ മെറ്റീരിയൽസ് എല്ലാം മീനാക്ഷി ബൊട്ടിക്കിലുണ്ട്. ഇപ്പൊ സ്കിൻ ടോണിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഇപ്പൊ കുറച്ചൊരു ഡാർക്ക് അല്ലെങ്കിൽ സാധാരണ ഡാർക്ക് കളർ എല്ലാവരും ലൈറ്റ് ഷെയ്ഡ് ആണ് ചൂസ് ചെയ്യാറ്. പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡാർക്ക് യൂസ് ചെയ്താലാണ് കുറച്ചും കൂടെ നല്ലതാണ്. ആണോ? ഞാനും കേട്ടിട്ടുള്ളത് ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരിക്കും കൂടുതൽ. ലൈറ്റ് ഷെയ്ഡ് നമ്മുടെ ടോൺ കുറച്ചും കൂടെ ഡിം ആയി പോത്തേ ഉള്ളൂ. നമ്മൾ ഡാർക്ക് ഇട്ടാലാണ് കുറച്ചും ഡാർക്ക്, ഭയങ്കര ഡാർക്ക് അല്ല, ഒരു മീഡിയം റേഞ്ചിലുള്ള കളേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സ് വരും പറയോ നിങ്ങൾ ഇന്ന മെറ്റീരിയൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും? ഞങ്ങൾ പ്രിഫർ ചെയ്യാറുണ്ട്. പിന്നെ കൂടുതലും കസ്റ്റമർ പറയുമ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാറുമുണ്ട്. ഓക്കെ, ഇപ്പൊ ബഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ വരുന്ന കസ്റ്റമേഴ്സിന് അവർക്ക് പറ്റുന്ന ഒരു ബഡ്ജറ്റിലും കൂടിയാണോ സ്റ്റോക്ക്? അതെ, നമ്മളുടെ അടുത്ത് വരുന്ന എല്ലാ കസ്റ്റമേഴ്സും നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. പ്രീമിയം കസ്റ്റമേഴ്സ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, നമ്മുടെ അടുത്ത് വരുന്നവർക്ക് ഒരിക്കലും പ്രൈസ് വെച്ചിട്ട് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ഏത് കസ്റ്റമേഴ്സിനും നമ്മൾ ആ രീതിയിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ സാരി ഒരിക്കലെങ്കിലും ഉടുത്തു നോക്കാത്ത അല്ലെങ്കിൽ ആരും ഉണ്ടാവത്തില്ല. അപ്പൊ മീനും അമ്മയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് തുടങ്ങിയതെന്ന് പറഞ്ഞു. അപ്പൊ അമ്മയുടെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെ ഈ ഒരു സംരംഭത്തിൽ? കാരണം അമ്മയ്ക്കാകുമ്പോൾ കുറച്ചും കൂടെ സാരിയെ പറ്റി കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പം ഞാൻ അമ്മയുടെ ഓപ്ഷൻസ് ചോദിക്കാറുണ്ട്, ഒപ്പീനിയൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് അമ്മ കുറേ ഓപ്ഷൻസും ഒപ്പീനിയനൊക്കെ പറഞ്ഞു തരാറുണ്ട്. ഇങ്ങനെ ചൂസ് ചെയ്താൽ ചിലപ്പം കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നൊക്കെ. പിന്നെ അമ്മയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ, ഡിസൈൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഒരു ഡ്രീം പ്രൊജക്റ്റ് എന്ന് പറയാൻ വേണ്ടി ഞാൻ മെയിനായിട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വണ്ണം ഉള്ളതുകൊണ്ട് നമ്മൾ പല ഷോപ്പുകളിൽ പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സ് നമുക്ക് ഇടാൻ പറ്റത്തില്ല. ചിലപ്പോൾ മാക്സിമം ഒരു 3XL ഒരു 4XL വരെയാണ് പോകാറുള്ളൂ. അപ്പം എൻ്റെ ഇപ്പം വണ്ണമുള്ളവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം ചിലപ്പോൾ തയ്ച്ച് വന്നാലും കുറച്ച് എത്ര പെർഫെക്റ്റ് ആവും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഞാനൊരു ഡ്രീം പ്രോജക്റ്റ് കൊണ്ടുവരാൻ പോകുന്നത് പ്ലസ് സൈസ് സ്റ്റോർ കൊണ്ടുവരുന്നുണ്ട്. അത് ഏത് ഡ്രസ്സ് വേണമെങ്കിലും നമ്മൾ പ്ലസ് സൈസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിപ്പം ലോഞ്ച് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. ഓക്കെ, അതെനിക്ക് തോന്നുന്നു ഒരു ഭയങ്കര ഒരു അടിപൊളി ഐഡിയ ആയിരിക്കും. കാരണം ഒരുപാട് പേര് ഇത് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ഒരു ഷോപ്പ്. ഞാൻ പോലും ഓൺലൈനിൽ നിന്നാണ് പർച്ചേസ് ചെയ്യാറ്. നമുക്ക് ഷോപ്പായിട്ട് പോയി പർച്ചേസ് ചെയ്യാനില്ല. മീനാക്ഷി ബുട്ടിക്കിന്റെ ഒരു റീല് ഭയങ്കര വൈറലായിരുന്നു, കാന്താര തീം. അതിന്റെ ഐഡിയ മീനുന്റെ ആയിരുന്നു? അതെ, കാരണം എനിക്കൊരു എല്ലാവരും ചെയ്യുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടൊരു വീഡിയോ കാന്താര ചെയ്യണമെന്ന് എനിക്ക് പക്ഷേ എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ മനസ്സിലേക്ക് ഒരു ചേച്ചി നേരത്തെ പരിചയപ്പെട്ട ഒരു ചേച്ചിയാണ്. ഞാൻ ചേച്ചിയോട് ചോദിച്ചു ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി ഓക്കെ ആന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ ചെയ്ത ഒരു അത് ഹിറ്റായി. ഓരോരുത്തരെ കാണുമ്പോൾ തോന്നുന്നു ഇവര് എൻ്റെ ഒരു മോഡലായ കൊള്ളാം. അങ്ങനെ ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഞങ്ങൾ തോന്നാറുണ്ട്. ഓക്കെ, മീനുവിന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഫാബ്രിക് അല്ലെങ്കിൽ ഒരു കളറൊക്കെ ചോദിച്ചാൽ എന്തായിരിക്കും? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ എന്ന് പറഞ്ഞാൽ ഓണിയൻ പിങ്ക് ആണ്. ഓണിയൻ പിങ്ക്, ഇത് ഓണിയൻ പിങ്ക് ആണോ? ലൈറ്റ് ഷെയ്ഡ് വരുന്ന ഓണിയൻ പിങ്ക്. ഓക്കെ, ഇത് നമ്മളുടെ ബൊട്ടിക്കിന്റെ തന്നെ ഡിസൈൻ ആണ്. ഓക്കെ, ഹാൻഡ് വർക്കും ഓർഗൻസ മെറ്റീരിയൽ ആണ് വരുന്നത്, ഡിജിറ്റൽ പ്രിന്റ് വരുന്നത്. ഓക്കെ, നമുക്ക് കുർത്താസ് ഇതുപോലെ ഉണ്ട്. ഇപ്പൊ സാരീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്, അപ്പോൾ ഇതുപോലെ കുർത്താസ്
നമ്മൾ കുർത്താസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പ്ലസ് നേരത്തെ സാരി മാത്രമായിരുന്നു. ഇപ്പൊ ഞങ്ങൾ പ്ലസ് സൈസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ അതും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ ഈ ഹാൻഡ് വർക്ക് ഒക്കെ മീനു തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണോ? നമ്മൾ മോഡൽ കൊടുക്കും, അപ്പൊ അത് വെച്ച് അവർ ചെയ്യും. ഓക്കെ. ഇപ്പൊ നമ്മളുടെ ഒരു ക്രൂ എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ടായിരിക്കും? നമുക്ക് ഒരു സപ്പോർട്ടിന് ഒരു 9 പേര് ഉണ്ട്. മെയിൻ ആയിട്ട് ഒരാളുണ്ട്, ആളുടെ അസിസ്റ്റന്റ് ആയിട്ട് 9 പേരുണ്ട്. ഓക്കെ. ഇപ്പൊ നമുക്കൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് ഡെലിവറി പോസിബിൾ ആണ്? നമ്മുടെ വർക്ക് അനുസരിച്ച് ഇപ്പം ചെറിയ വർക്ക് ആണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 3 ദിവസത്തിനുള്ളിൽ ചെയ്ത് കൊടുക്കാം. വലിയ ആരി വർക്ക് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം, 6 ദിവസത്തിനുള്ളിൽ തരും. പിന്നെ സാരിയിലൊക്കെ ഞങ്ങൾ ബ്രഷ് പെയിന്റ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അതൊക്കെ വരുമ്പം ഒരു 1 വീക്ക് 2 വീക്ക് എടുക്കും ചെയ്തു വരാനായിട്ട്. ഓക്കെ. ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്, എല്ലാവരുടെ ഉള്ളിൽ ആഗ്രഹം, എനിക്കും ഉണ്ട് ആഗ്രഹം. പക്ഷെ തുടങ്ങി കിട്ടുക എന്നുള്ളൊരു കാര്യം, സ്റ്റാർട്ടിംഗ് ട്രബിൾസ് ഒരുപാട് എല്ലാവർക്കും പേടിയാണ്, എന്താകും. മീനോ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ചലഞ്ചസോ? എനിക്ക് ആദ്യം എതിർപ്പുകളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്, ഒരുപാട് നമ്മളെ ബാക്കപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ അമ്മ സപ്പോർട്ടായിരുന്നു, നീ ചെയ്ത് നോക്ക്, എന്ത് വന്നാലും ഞാൻ കൂടെ ഉണ്ട്. എൻ്റെ പപ്പ മരിച്ചുപോയി, പപ്പയുടെ ആത്മാവ് സപ്പോർട്ടുണ്ട്. പപ്പ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാനും പപ്പയും കൂടെ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് മുന്നേ പപ്പ ഇതായിപ്പോയി. അപ്പം ഇപ്പം ഞങ്ങൾ കുഴപ്പമില്ലാതെ. പപ്പക്കുട്ടിയായിരുന്നോ? പപ്പയ്ക്ക് എന്തായിരുന്നു ബിസിനസ്? എന്തായിരുന്നു? ഞങ്ങൾക്ക് എസ്റ്റേറ്റ് ആണ്, ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ അതൊക്കെ നോക്കുന്നത് മീന് ഞാനും അമ്മയും ഉണ്ട്. ഞാൻ അമ്മയും കൂടെ ആണ് ഇപ്പൊ എല്ലാം നോക്കുന്നത്. എങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ടോ? ഇപ്പൊ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു ഡിഫറെന്റ് ഒരു ഫീൽഡാണ്, കുട്ടിക്ക് വേറൊരു ഡിഫറെന്റ് ഫീൽഡാണ്. ഇത് എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാ? ബാലൻസ് നമുക്ക് എസ്റ്റേറ്റ് ഞങ്ങളുടെ അവിടുത്തെ ആൾക്കാരൊക്കെ ഞങ്ങൾ സപ്പോർട്ടാണ്. അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ തരുമ്പോൾ നമുക്ക് ഫോട്ടോയും വീഡിയോസ്, നമ്മളവിടെ പോകേണ്ട കാര്യമില്ല. അത്യാവശ്യം നല്ല വിശ്വസ്തമായിട്ടുള്ള ആൾക്കാർ. അതെ, നമുക്ക് ആ പകുതി ടെൻഷൻ ഇല്ല, അവിടെ ഒരു കൈകാര്യം ചെയ്തോളൂ. പപ്പ തുടങ്ങിയ കോണ്ടാക്ട്സ് ഉള്ള ആൾക്കാരാണ്, പപ്പയുടെ പണിക്കാർ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അത്ര ടെൻഷൻ ഇല്ല. ഇപ്പൊ അതുകൊണ്ട് മീനാക്ഷി ബൊട്ടിക്കിലാണ് ഫുൾ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇതിപ്പോ സ്റ്റാർട്ടപ്പ് പറ്റത് നമുക്കറിയാം, ഇപ്പൊ എവിടെയെങ്കിലും ഇതായാൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ അറിയാം. നമ്മൾ സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് ഫുൾ കോൺസെൻട്രേഷൻ ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുക. മീനു ഇപ്പൊ ഭയങ്കര കാമായിട്ട് സംസാരിക്കാൻ. മീനിന്റെ ഇൻസ്റ്റാഗ്രാം നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. ഫ്രണ്ട്സിന്റെ ഒക്കെ ഇടയിലായാലും പാട്ട് പാടുമോ? ഏതൊരു അങ്ങനെ ഒരു ഫോട്ടോ കണ്ടായിരുന്നല്ലോ. ചെറുതായിട്ട് പാടും. ഇപ്പൊ ഒരു പാട്ട്? അയ്യോ വേണ്ട. ഓക്കെ. അപ്പൊ എങ്ങനെയായിരുന്നു കോളേജ് ഡേയ്സും ഫ്രണ്ട്സും? എനിക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയത് MBA പഠിച്ചപ്പോഴായിരുന്നു. അവിടെ എനിക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പത്തനംതിട്ടയില് അല്ല, ഞാൻ MBA പഠിച്ചത് കോയമ്പത്തൂരായിരുന്നു. ഓക്കെ. അവിടെ കുറച്ചും കൂടി ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് എല്ലായിടത്തും സംസാരിക്കാൻ, ടീച്ചേഴ്സ് ആണെങ്കിലും നല്ല ഫ്രീഡം ആയിരുന്നു, എല്ലാം നല്ല ടീച്ചേഴ്സൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആവുമല്ലോ. ഓക്കെ. ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു? അവരെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. അവർ തന്നെ കുറേ ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊരു ഫ്രണ്ടിനും ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു? അതെ, അത് എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച ഒരു ഫ്രണ്ടായിരുന്നു. അപ്പൊ അവന്റെ വുഡ്ബിക്ക് വേണ്ടിയിട്ട് ഒരു സാരി വേണോന്ന് പറഞ്ഞാണ്, അങ്ങനെ ഞങ്ങൾ ചെയ്തു കൊടുത്തായിരുന്നു. ഓക്കെ. മീനാക്ഷി ബൊട്ടീക്കിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഇന്ന കാര്യങ്ങൾ എൻ്റെ ബൊട്ടീക്കിന് വേണം മസ്റ്റ് ആയിട്ടൊന്ന് എന്തൊക്കെയാണ്? എനിക്ക് മെയിൻ ആയിട്ട് ലോഗോ ഒരു വ്യത്യസ്തമായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്തെടുത്തു. പിന്നെ ഇങ്ങനെ ഒരു ലേഡി. അതെ, ഞാൻ പല ലോഗോസ് റിസർച്ച് ചെയ്തായിരുന്നു. പക്ഷെ എനിക്കത് അങ്ങോട്ട് ഒന്നും, നമുക്കിപ്പോൾ GTP ഉണ്ട്, അതുപോലെ തന്നെ പല സോഷ്യൽ മീഡിയയിലും പല ഇതുണ്ട്. പക്ഷെ നമുക്കതൊന്നും അങ്ങോട്ട് ഒരു പ്രൊഫഷണലായിട്ട് നമുക്കത് പറ്റുന്നില്ലായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു ഡിസൈനറിനെ കണ്ട് സംസാരിച്ചപ്പം ആൾ തന്നെ ചെയ്തെടുത്ത ഒരു ലോഗോയാണത്. മീനാക്ഷി ആക്ച്വലി മീനുവിന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണല്ലേ. സാധാരണ വലിയ പേര് ചെറുതാക്കാ ചെയ്യുന്നത്, ചെറിയ പേര്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാത്തിനും യൂണിക്കും ഉണ്ടെന്ന്. പിന്നെ ഞാൻ ഒരു ഹാമ്പർ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവന് ഇപ്പം ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുത്തത്. ഓക്കെ. ഇപ്പൊ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാള് ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ എന്താ പറയാൻ പറ്റും? ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ കുറേ നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പം ഇൻവെസ്റ്റ് ചെയ്യാതെ ആദ്യം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക, ഇത് നമ്മളങ്ങോട്ട് പറ്റുമോ, ഇത് മുന്നോട്ട് പോകുമോ എന്നുള്ളത്. അപ്പം അങ്ങനെ പോകാമെന്ന് തുടങ്ങുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ മെയിനായിട്ടും കസ്റ്റമറിന് ഒരു വിശ്വാസം നമ്മൾ കൊണ്ടുവരുത്തുക, അതാണ് മെയിനും. നമ്മൾ ഏത് ബിസിനസ് തുടങ്ങിയാലും കസ്റ്റമറിൻ്റെ വിശ്വാസം, കസ്റ്റമർ ആയിരിക്കും നമ്മുടെ കിങ്. അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തായിരിക്കും?
ഇതുപോലെ തന്നെ ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യാതിരിക്കുക ഫസ്റ്റ്. പിന്നെ നമ്മളൊരു സ്റ്റഡി ചെയ്യുക, ഇതിനെപ്പറ്റി ഒന്ന് റിസർച്ച് ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ സാരി ബിസിനസ് തുടങ്ങിയത് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ഏത് രീതി തുടങ്ങിയാൽ മാത്രമാണ് ആൾക്കാരിൽ എത്തുക എന്നുള്ളൊരു നമ്മൾ റിസർച്ച് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പം ബോട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചാടിക്കയറി ഞാൻ ഒരു ബോട്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ ചെയ്യാതെ എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവരിക, എന്നാൽ മാത്രമേ ആൾക്കാർ അത് ഹാൻഡ് പിക്ക് ചെയ്യുള്ളൂ. ഇല്ലാതെ ഒരു കോമൺ പോലെ ഇങ്ങനെ പോവാം എന്നുള്ള രീതിയിലേ ഉള്ളൂ. ഓക്കെ. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ എപ്പോഴും ഇപ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് കൊണ്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. മീനാക്ഷി ബൊട്ടിക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു കസ്റ്റമറിൻ്റെ കിട്ടിയ കോംപ്ലിമെന്റ് എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക? നമ്മൾ ചെയ്യുന്ന ഡിസൈൻസ് ഒക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും നമ്മൾ ചെയ്യാനുള്ളത്. പിന്നെ നമ്മുടെ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ സാധാരണ ഒരു സാരി വരുമ്പോൾ കുറച്ച് ഭയങ്കര ഉടുക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. നമ്മുടെ വരുന്ന കാഞ്ചൂരം ആണെങ്കിലും ഡിസൈനർ സാരീസ് ആണെങ്കിലും എല്ലാം ഒരു സോഫ്റ്റും ആയിരിക്കും, ഒരു ഡിഫറെൻറ്റും ആയിരിക്കും. അതാണ് കൂടുതൽ ആൾക്കാർ നമ്മളോട് പറയുന്ന ഒരു കാര്യം. ഒരു കോംപ്ലിമെന്റ് അല്ല, എല്ലാ കസ്റ്റമേഴ്സും ഹാപ്പിയാണ്. അതെ അതെ. എനിക്ക് ഒറ്റ പീസാണ് എടുക്കുന്നത്, എല്ലാ നമ്മൾ ഒരു പീസാണ് എടുക്കാറുള്ളത്. കാരണം നമുക്ക് യുണീക്കാണ്, ഒരേ ഇത് പോകുന്നത് നമുക്ക് ഇല്ല. അപ്പോൾ എൻ്റെ ഒരു കസ്റ്റമർ യുണീക്കി ആയിരിക്കണം. കാരണം ഒരേ ടൈപ്പിൽ പോകാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ കല്യാണത്തിനൊക്കെ ഇപ്പം ബ്രൈഡലിൻ്റെ കൂടെ വരുന്ന ആൾക്കാർക്ക് ഒരേ പീസ് വേണമെന്ന് പറയാം. അങ്ങനെ നമ്മൾ ബ്രൈഡ്സ്മെയ്ഡ്സ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ കോളേജിൽ ഫങ്ഷൻസ് വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലാതെ നമ്മൾ സാധാരണ കൊടുക്കുന്നത് യുണീക്ക് ഐറ്റംസ്. ഏറ്റവും കൂടുതൽ പോകുന്നൊരു മെറ്റീരിയൽ ഏതാ? നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം പോകാറുണ്ട്. പിന്നെ കൂടുതലും കാഞ്ചൂരം പോകാറുണ്ട്. നമ്മൾ ഡിസൈൻ ചെയ്ത സാരീസാണ് കൂടുതലും എല്ലാവരും പിക്ക് ചെയ്തുകൊണ്ട് പോകുന്നത്. അതുപോലെ തന്നെ കാഞ്ചൂരവും പിക്ക് ചെയ്യാറുണ്ട്. ആക്ച്വലി ഒരു MBA കാരിയാണ്. അപ്പോൾ ഈ ഒരു MBA പഠനം എത്രത്തോളം നമ്മളുടെ ഈ ഒരു ബിസിനസ്സിനെ സഹായിച്ചിട്ടുണ്ട്? നമ്മൾ MBA ഞങ്ങൾ പഠിച്ചുകൊണ്ട സമയത്ത് ഞങ്ങൾക്ക് കുറേ ആക്ടിവിറ്റീസ് തരുമായിരുന്നു. എങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം, മാർക്കറ്റിങ്ങിലാണെങ്കിലും പല രീതി നമുക്ക് അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടെ എനിക്ക് ഹെൽപ്പായിട്ടുണ്ട്. അതൊക്കെ പിന്നെ അതുപോലെ തന്നെ പപ്പയും കുറച്ച് കാര്യങ്ങളൊക്കെ, മെയിനായിട്ടും പപ്പ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ അതും കുറച്ചും കൂടെ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പപ്പ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്ത് പറയും, മസ്റ്റായിട്ട് നീ ഇത് നോക്കണം. മസ്റ്റായിട്ട് എന്ന് പറയുമ്പം നമ്മൾ കസ്റ്റമേഴ്സിനെ ഒരിക്കലും, നമ്മുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിനെ ഒരിക്കലും നമ്മൾ വിഷമിച്ച് വിടരുത്. അവർക്ക് എന്താണോ, ഇപ്പം ചിലർക്ക് നമുക്ക് ഇത്രയും ബഡ്ജറ്റ് എടുക്കാനില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആ രീതിയിൽ അവർക്ക് നല്ല ക്വാളിറ്റി തന്നെ ചെയ്ത് കൊടുക്കുക. മീനാക്ഷി ബോട്ടിക്ക് വരുന്ന ഒരാൾ വിഷമിച്ച് പോകരുത് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് പപ്പയ്ക്ക് ഉണ്ടായിരുന്നത്. ഇപ്പൊ പേരിലൊക്കെ ഡ്രസ്സിലുള്ള ട്രെൻഡ് തന്നെ പേരിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാവാത്ത ലാംഗ്വേജ് അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജിൽ നിന്നൊക്കെ എടുത്ത് പേര് സെറ്റ് ചെയ്യും ബൊട്ടീക്കിനൊക്കെ. എന്തുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മലയാളം പേര് തന്നെ സെലക്ട്? നമ്മൾ മലയാളികളാണല്ലോ, അപ്പം അതുകൊണ്ട് ഒരു മലയാളം പേര് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ പേര് മീനാക്ഷി എന്നെല്ലാവരും വിളിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ആ പേരിൽ തന്നെ തുടങ്ങാം എന്ന് വിചാരിച്ചു. അപ്പം എല്ലാവർക്കും വിളിക്കാനും അറിയാനും പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റുന്നൊരു പേരല്ല. അപ്പം അതുകൊണ്ട് ആക്ച്വലി നമ്മളുടെ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷമായി. ഇപ്പോൾ നമ്മൾ ഓൺലൈനിലൊക്കെ ഇതായി തുടങ്ങിയിട്ട് ഇപ്പോൾ 6 മാസം ആവുന്നു. ഇപ്പോൾ 2 വർഷത്തോളം ആയാലും നമ്മുടെ ബൊട്ടീക്ക് സ്റ്റാർട്ടായിട്ട്. ഇനി ഒരു 10 ഇയേഴ്സിലേക്കുള്ള ഒരു ഗോൾ എന്താന്ന് വെച്ചാൽ എന്താ പറയുക? ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വെറൈറ്റി ഐറ്റംസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് കേരളം മാത്രമാണ്, അത് വേൾഡ് വൈഡിലാവാൻ വേണ്ടിയിട്ടുള്ള ശ്രമിക്കും. ഈ ഒരു സാരി ഫീൽഡിൽ തന്നെ പരമ്പരാഗതമായിട്ട് ഷോപ്പുള്ളവരും അതുപോലെ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. ഇനി എത്രത്തോളം സാധ്യതയുണ്ട് നമ്മളുടെ ഈ ഒരു ഫീൽഡിൽ? ഇപ്പം ഞാനിപ്പോൾ ഒരു സാരി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പം എല്ലാവരും കൊണ്ട് പറഞ്ഞൊരു കാര്യം, സാരി അങ്ങനെ അധികം ആരും എടുക്കാറില്ല എന്ന് പറഞ്ഞ് എന്നെ കുറേ ബാക്കപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ എപ്പോൾ എവിടെ നോക്കിയാലും ആൾക്കാർ ഒരു ദിവസമെങ്കിലും സാരി എടുക്കാത്ത ആൾക്കാരില്ല. ഏത് ഫംഗ്ഷനിൽ പോയാലും സാരീസാണ് മെയിനായിട്ട് അവർ എടുക്കുക. ചുരിദാർ ഇട്ട് ഇപ്പോൾ കല്യാണത്തിന് ആരും പോകാറില്ല. പട്ട് സാരി അല്ലെങ്കിൽ ഡിസൈനർ സാരീസ് ഇട്ടെടുത്താണ് പോകാറുള്ളത്. അപ്പം ഒരു പുതിയ സംരംഭക്കാരൻ നമ്മൾ അതിൽ നിന്നൊരു വ്യത്യസ്തം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൾക്കാർ അവിടെ പോകും. കാരണം ആൾക്കാർക്ക് മെയിനായിട്ടും വേണ്ടത് യുണീക്ക് ഐറ്റംസാണ് വേണ്ടത്, കോമൺ അല്ല. അപ്പോൾ നമ്മൾ ഇപ്പം ഒരു 100 വരെ എടുത്താൽ 50% ആൾക്കാരും സാരി ഉടുക്കുന്നവരുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു സാരി ബിസിനസ് തുടങ്ങുന്നത് ഒരു ഫെയിലായിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ അതെനിക്ക് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുള്ളതാണ്. തീരുമാനം തെറ്റിയെന്ന് തോന്നിയിട്ടില്ല. ഓക്കെ. ഇപ്പോൾ ട്രെൻഡായിട്ട് നിൽക്കുന്ന കുറച്ച് കളേഴ്സ് ഏതാണെന്ന് വെച്ചാൽ എന്താ പറയുക, ഒരിടക്ക് ഈ പേസ്റ്റൽ കളേഴ്സ് ഒക്കെ ഭയങ്കര. അതെ പേസ്റ്റൽ നല്ല ട്രെൻഡാണ്. പിന്നെ അതുപോലെ തന്നെ വിൻറ്റേജ് സാരീസ് ഒക്കെ ഇപ്പോൾ ചെക്കിലൊക്കെ വന്നിട്ട് ചെട്ടിനാട് സാരീസ് ഒക്കെ നല്ലതായിട്ട് പോകുന്നുണ്ട്.
പിന്നെ ഞങ്ങൾ കൂടുതലും ആൾക്കാർ ഞങ്ങളുടെ സാരീസ് ബ്ലാക്കിൽ ചെട്ടിനാട് വരുന്ന സ്റ്റൈലിലുള്ള ഒരു സാരീസ് ഉണ്ടായിരുന്നു. അതൊക്കെ ആൾക്കാർ ചോദിച്ചു വരാറുണ്ട് ഞങ്ങളുടെ ഇത് കണ്ടിട്ട്. അത് കുറച്ച് ബ്ലാക്ക് ഒക്കെ കുറച്ചും കൂടെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ബ്രൈഡ്സ് ഇപ്പൊ ഇത് കളർ നമുക്ക് വരുന്ന ഹിന്ദു ബ്രൈഡ്സ് ഒക്കെ ആണെങ്കിൽ അവർ കൂടുതലും ഈ ഗ്രീനും ഗോൾഡനും കൂടെ ടെമ്പിൾ വർക്ക് ഉള്ളതൊക്കെ നമ്മുടെ അടുത്തുനിന്ന് ചൂസ് ചെയ്ത് പോകാറുണ്ട്. പിന്നെ അതുപോലെ ക്രിസ്ത്യൻസ് ഒക്കെ ആണെങ്കിൽ ഇപ്പം എനിക്കൊരു ക്രിസ്ത്യൻ ബ്രൈഡലിന് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവരൊക്കെ പേസ്റ്റൽ ഷെയ്ഡാണ്. ഇപ്പം ഈ ഒരു കളറിൻ്റെ ഒക്കെ ഏകദേശമൊക്കെ വന്ന് ചോദിച്ച് വരാം. വൈറ്റും ഓഫ് വൈറ്റ് ഒക്കെ കുറഞ്ഞു വരും. ഇപ്പം വൈറ്റും ഓഫ് വൈറ്റ് ഒക്കെ ഇപ്പം ഔട്ട് ഓഫ് ഫാഷൻ ആയി. കാരണം ഇപ്പം എല്ലാവരും ഇപ്പം എൻ്റെ കല്യാണത്തിന് പോലും ആ ഒരു ഇതൊക്കെ ആയിരുന്നു. ഇപ്പം അതൊക്കെ മാറ്റിയിട്ട് ഇപ്പം ഈ ഒരു ഷെയ്ഡൊക്കെ ആൾക്കാർ ചൂസ് ചെയ്യാൻ തുടങ്ങി, ക്രിസ്ത്യൻ ബ്രൈഡ്സ് ഒക്കെ. മീനാക്ഷി ബൊട്ടീക്കിന്റെ ഈ ഒരു യാത്രയിൽ മീനു എത്രത്തോളം ഹാപ്പിയാണ്? എന്തൊക്കെ അച്ചീവ്മെന്റ്സ് കിട്ടിയിട്ടുണ്ട്? ഇപ്പം കഴിഞ്ഞിടയ്ക്ക് എനിക്ക് സക്സസ് കേരള മാഗസിനിൽ എനിക്കൊരു അച്ചീവ്മെൻറ്റ് കിട്ടിയായിരുന്നു. അതെനിക്ക് ഒരു മാഗസിൻ്റെ ഫ്രണ്ട് പേജ് വരുന്നത് തന്നെ കവർകളായിട്ട് വന്നു. അതെ അതന്നെ വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു. എനിക്ക് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല അങ്ങനെയൊക്കെ വരുമെന്നുള്ളത്. പിന്നെ ഈ 14-ാം തീയതി എനിക്ക് ഒരു അവാർഡുണ്ട് ഗോവയെ വെച്ചിട്ട് ബിസിനസ്സിൻ്റെ. അതും നമ്മുടെ ഈ പ്രൊഡക്ട്സ് കണ്ടിട്ടും നമ്മുടെ ഈ പേജസ് എല്ലാം കണ്ടിട്ട് വന്നതാണ്. 2 അവാർഡുണ്ട്, ഒന്ന് ഗോകുലം പാർക്ക് വെച്ചിട്ടും ഒന്ന് ഗോവയെ വെച്ചിട്ട്. നമുക്ക് ഈ 14-ാം തീയതി നാരി ശക്തി അവാർഡ് ഗോവയെ വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും വലിയൊരു അച്ചീവ്മെൻറ്റിലെത്തും പറ്റുമെന്നുള്ളത്. അപ്പം അതൊക്കെ ഞാൻ വലിയൊരു സന്തോഷമായിട്ട് തന്നെ കാണുന്നു. മീനിന്റെ ഫാമിലിനെ കുറിച്ച് പറഞ്ഞില്ല. ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? ഫാമിലിയിൽ അമ്മ, പപ്പ മരിച്ചുപോയി. പിന്നെ എനിക്ക് 2 ചേച്ചിമാരുണ്ട്. അവരും എനിക്ക് നല്ല സപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിനൊക്കെ. അവരും കുറേ കസ്റ്റമേഴ്സിനെ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനും നല്ല ഹാപ്പിയാണ്. അവരാരും എനിക്ക് ഡീമോട്ടിവേറ്റ് പറഞ്ഞില്ല, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് ചെയ്തോ എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ സപ്പോർട്ട് കൊണ്ടൊക്കെ ആയിരിക്കാം ഇതുവരെ എത്തിയെന്നുള്ളൂ. പുതിയതായിട്ട് ബിസിനസ് ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുള്ളവരോട് പറയാൻ പറ്റുന്ന ടിപ്സ് എന്തൊക്കെയാണ്? ടിപ്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് തുടങ്ങുമ്പോൾ അത് എത്രമാത്രം വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് നമ്മൾ കൊണ്ടുവരിക. അത് കസ്റ്റമറിൽ എങ്ങനെ എത്തിക്കാൻ പറ്റും, ആ ഒരു വിശ്വസ്തത നമ്മൾ എത്തിക്കണം മെയിനായിട്ട്. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അത് നല്ല രീതിയിൽ പൊയ്ക്കോളും. സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് വേണം. ഇപ്പം പല ആൾക്കാരും നമ്മളെ ബാക്കപ്പ് ചെയ്യാൻ നോക്കും, അത് കൊള്ളത്തില്ല, അങ്ങനെ പല അഭിപ്രായങ്ങളും വരും. നമ്മൾ അഭിപ്രായം നോക്കാതെ നമ്മുടെ ലക്ഷ്യം എന്താണോ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അതിലെന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്യാനും ബാധ്യസ്ഥയായിരിക്കണം. എന്നാൽ നമ്മൾ തളർന്നു പോകരുത്. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ബെസ്റ്റ്. മെയിനായിട്ടും കസ്റ്റമേഴ്സിനെ വിശ്വസ്തത കൊണ്ടുവരുത്തുക, അത് ഒരിക്കലും തകർക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ മീനാക്ഷി ബൊട്ടീക്കിന് ഭാവിയിലേക്കുള്ള ഓരോ ചുവടുവയ്പ്പിനും എല്ലാവിധ ആശംസകളും നേരെയാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ബ്രാൻഡ് സ്റ്റോറിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ആവാണ്. മറ്റൊരു ബ്രാൻഡിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.